നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR Gold and Diamonds, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴക്കെടുതികൾ തുടരുന്നു. മരം വീണ് ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എറിയാട് മാടവനയിൽ മരങ്ങൾ വീണ് വീടുകൾക്കും വാഹനത്തിനും കേടുപാട്. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. തെരുവുനായ ശല്യത്തിൽ വലഞ്ഞ് ഗുരുവായൂർ. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. മുള്ളൂർക്കരയിലെ തെരുവുനായ ആക്രമണങ്ങളിൽ പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ കായാമ്പൂവത്ത് ബസ് അപകടം. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി. 5 പേർക്ക് പരിക്ക്. അപകട മേഖലയായി കൂടപ്പുഴ തടയണ. ഒഴുക്കിൽപ്പെട്ട മേലൂർ സ്വദേശിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഗുരുവായൂരിലെ സർക്കാർ അതിഥി മന്ദിരം തുറന്നുകൊടുക്കാൻ നടപടിയായില്ല. അതിഥികളെ കാത്തിരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ അതിഥി മന്ദിരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടപ്പടി മഹാത്മാഗാന്ധി റോഡിലാണ് മരം വീണത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരം കടപുഴകി റോഡിലേക്ക് വീഴുകയായിരുന്നു. വൈദ്യുതി ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് റോഡിലേക്ക് ഒടിഞ്ഞു വീണു. ഇതിന്റെ ആഘാതത്തിൽ മറ്റൊരു വൈദ്യുതി പോസ്റ്റിനും കേടുപാടുകൾ സംഭവിച്ചു. വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി റോഡിൽ വീണുകിടന്ന മരം മുറിച്ചു മാറ്റി. തുടർന്ന് KSEB അധികൃതർ സ്ഥലത്തെത്തി തകർന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉച്ചയോടെയാണ് ഈ മേഖലയിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും പൂർണ്ണമായി പുനഃസ്ഥാപിച്ചത്. വാർഡ് കൌൺസിലർ ബഷീർ പൂക്കോട് സ്ഥലത്തെത്തി. എറിയാട് മാടവനയിൽ മരങ്ങൾ വീണ് വീടുകൾക്കും കാറിനും കേടുപാട് സംഭവിച്ചു. ഐനിക്കപ്പറമ്പ് പള്ളിക്ക് സമീപമായിരുന്നു സംഭവം. കൂറ്റൻ നാവൽ മരം കടപുഴകി വീണതിനെ തുടർന്നായിരുന്നു അപകടം. നാവൽ മരം വന്നു വീണതിനെ തുടർന്ന് സമീപത്തുള്ള 4 തെങ്ങുകളും 4 കവുങ്ങും ഒടിഞ്ഞു വീഴുകയായിരുന്നു. മരം വീണ് കുന്നത്ത് വീട്ടിൽ റസിയാബിയുടെ ഓടുമേഞ്ഞ വീട് ഏറെക്കുറെ പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന റസിയാബി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തെരുവിൽ വീട്ടിൽ ഷമീറിന്റെ കാറിനും കാർപോർച്ചിനും, കൈതത്തറ വീട്ടിൽ ഡൈനു ലോറൻസിന്റെ മതിലിനും വിറകുപുരയ്ക്കും കേടുപാട് സംഭവിച്ചു. 3-ാം വാർഡിലെ ഐനിക്കപ്പറമ്പ് പള്ളിയുടെ തെക്കുവശത്താണ് സംഭവം നടന്നത്. രാത്രി 1:30-ക്ക് വലിയൊരു ആൽമരം വീണ് 3-4 തെങ്ങും അടക്കാമരവും വീടുമേൽക്ക് വീണ് വീട് ഭാഗികമായി നഷ്ടപ്പെട്ട് അതിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ കാർ പോർച്ചും മൂല ഇടിഞ്ഞിട്ടുണ്ട്. കാറുമൽക്കാണ് മരം വീണ് അപകടം സംഭവിച്ചത്. ആളുകൾക്കൊന്നും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല, എന്നാലും വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീടിന് നാശനഷ്ടം. കയ്പമംഗലം കരടിവളവ് കയനപ്പറമ്പിൽ പ്രവീണിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. അപകടത്തിൽ വീടിന്റെ മേൽക്കൂരയ്ക്ക് ഉൾപ്പെടെ കാര്യമായ നാശനഷ്ടമുണ്ടായി. സംഭവ സമയത്ത് വീട്ടിനുള്ളിൽ ആളുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. വിവരമറിഞ്ഞ് പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി. തെരുവുനായ ശല്യം ഭീതിയിൽ ഗുരുവായൂർ. ഗുരുഭവനപുരി തീർത്ഥാടന നഗരമാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചെറിയ നഗരത്തിൽ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെയുള്ള വീഥികളിൽ തെരുവുനായ്ക്കളെ പേടിക്കാതെ വഴി നടക്കാനാവില്ല എന്നുള്ളതാണ് അവസ്ഥ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ
കണ്ണൂരിൽ നിന്ന് വന്ന 4 വയസ്സുള്ള ഒരു കുട്ടിയെ തെരുവുനായ കടിച്ചാക്രമിച്ച സംഭവമുണ്ടായി. ആ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാർത്ഥം പ്രവേശിപ്പിച്ചു. അതുമാത്രമല്ല പലരെയും തെരുവുനായ ആക്രമിച്ച സംഭവങ്ങൾ ഈ ഗുരുവായൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയേറെ ആളുകൾ വന്നു പോകുന്ന ഗുരുവായൂരിൽ തെരുവുനായ ശല്യം നിയന്ത്രിക്കണ്ടേ? പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇട്ട് നൽകുന്നതായി പറയുന്നു, ചിലർ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതായി പറയുന്നു. ഇപ്പോൾ വഴിയോരത്ത് കിടക്കുന്നത് കാണാം. പലപ്പോഴും ഇതുപോലെ കിടക്കുകയായിരിക്കാം, പക്ഷേ അക്രമാസക്തമായ നായ്ക്കളുമുണ്ട്. ഇതുപോലെ നിരവധി പേരെ ആക്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിനും ഇത് സംബന്ധിച്ച് പരാതിയുണ്ട്. മുനിസിപ്പാലിറ്റിയോട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിൻ്റെ പ്രതികരണം നമ്മൾ തേടുകയാണ്. ഗുരുവായൂർ ക്ഷേത്രം ഓരോ ദിവസവും 10,000-ലധികം ആളുകളാണ് ദർശനത്തിനായി എത്തുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തുമ്പോൾ പലപ്പോഴും ഈ തെരുവ് നായ്ക്കളെ പേടിയോടെ കടന്നു വേണം ക്ഷേത്രത്തിലെ പല ഇടങ്ങളിലേക്കും എത്താനായി. ക്ഷേത്രത്തിന് ചുറ്റും ഇത്തരം നായ്ക്കളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ AV ഗോപിനാഥ്, ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികൾ? അല്ല, ദേവസ്വത്തിൽ ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കാരണം വിവിധ പ്രദേശങ്ങളിലാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തം ആളുകൾ അവിടുന്നും ഇവിടുന്നും വന്നുകൊണ്ട് 5-6 മണിക്കൂറുകൾ ക്യൂ നിന്നുകൊണ്ടാണ് ഭഗവാനെ തൊഴുകാൻ നിൽക്കുന്നത്. നായ്ക്കളുടെ ശല്യം ധാരാളമുണ്ട്. ഇലകൾ, വേസ്റ്റ് ഇതൊക്കെ തിന്ന് നടക്കുന്ന അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം നായ്ക്കളുണ്ട്. പക്ഷേ ഞങ്ങൾ ഭഗവാനോട് പോകുമ്പോൾ ഭഗവാനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളെ എന്ത് വേണം ചെയ്തോട്ടെ, ഒരു പാവപ്പെട്ട ഭക്തന് ഈ നായിൻ്റെ കാരണം കൊണ്ട് ഭൂരിപക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. മുനിസിപ്പാലിറ്റിയിലേക്ക് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മുനിസിപ്പാലിറ്റിയോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഒറ്റയ്ക്ക് ഞാൻ ബാധ്യപ്പെടുത്താതിരിക്കട്ടെ. മുനിസിപ്പാലിറ്റി ഞങ്ങളും കൂടി ദേവസ്വം മുനിസിപ്പാലിറ്റി ചെയ്യുന്ന പദ്ധതിയോടൊപ്പം മുനിസിപ്പാലിറ്റിയുടെ കൂടെ ദേവസ്വം നിന്ന് ഈ പ്രശ്നം ഗുരുവായൂർ ഭാഗത്തെ പരിഹരിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഞങ്ങളെ ഗുരുവായൂരപ്പൻ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും മുനിസിപ്പാലിറ്റിയുടെ പ്രതികരണം കൂടി നമ്മൾ തേടുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ ഗുരുവായൂരിൽ അത്തരമൊരു തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളത് വാസ്തവമാണ്. മുനിസിപ്പാലിറ്റിയുടെ പ്രതികരണവും നമുക്ക് തേടാം. ഇത് ഗുരുവായൂർ മഞ്ജുളാൽ തറ. തൊട്ടു പിന്നിൽ ഗുരുവായൂർ നഗരസഭ ആസ്ഥാനം നമുക്ക് കാണാൻ സാധിക്കും. തെരുവുനായ ശല്യം സമീപകാലത്ത് കൂടിയിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല, പക്ഷേ സമീപകാലത്ത് തെരുവുനായ്ക്കളുടെ ശല്യം കൂടിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പശ്ചാത്തലത്തിൽ ഈ തെരുവുനായ്ക്കൾ പോകുന്നത് കാണാം. ഒപ്പം തന്നെ ഭക്തർ ക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങിപ്പോകുന്നത് കാണാം. ഈ സാഹചര്യത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഗുരുവായൂർ നഗരസഭയിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രദേശങ്ങളിലെ പോലെയല്ല. നമ്മുടെ ഇവിടുത്തെ ആളുകൾ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ തെരുവുനായ്ക്കളുടെ ശല്യം ഇങ്ങനെ കൂടുമ്പോൾ എന്താണ് നഗരസഭയുടെ ഭാഗത്തുനിന്നുള്ള നടപടി? നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള നടപടി എന്ന് പറഞ്ഞാൽ ABC പ്രോഗ്രാം അനുസരിച്ച് നായകളെ വന്ധീകരിക്കുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്. ചെയ്തു കൊണ്ടിരിക്കുന്ന നടപടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചാവക്കാട് കേന്ദ്രീകരിച്ച് ചാവക്കാടും നമ്മളും ഗുരുവായൂരും കൂടി ഒരു സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. അതോടുകൂടി നമ്മൾക്ക് തെരുവ് നായ്ക്കളെ പിടിച്ച് അവിടെ ഡബ് ചെയ്ത് സംരക്ഷിക്കാൻ കഴിയും. അതാണിപ്പോൾ ഉള്ളത്. സുപ്രീം കോടതിയുടെ നായ്ക്കളെ കൊല്ലാമെന്നുള്ള വിധി വന്നു എന്ന് പത്രങ്ങളിലുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഉത്തരവ് ഇന്നേവരെ വന്നിട്ടില്ല. നമുക്ക് വന്നിട്ടുള്ള ഉത്തരവ് പ്രകാരം പന്നികളെയും മറ്റുള്ള വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുമുണ്ട്. നായ്ക്കളെ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻ വന്നിട്ടുള്ളത് പൊതു സ്കൂളുകളിലൊക്കെ ഇങ്ങനെ നായ്ക്കളുടെ ശല്യമുണ്ട്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചുറ്റുമതിൽ കെട്ടി ഉയർത്തി കെട്ടി ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാതെ കൃത്യമായി ഒരു വാച്ചറ വെച്ച് സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉള്ളത്. അതുപോലെ നമുക്ക് അങ്ങനത്തെ പൊതു സ്കൂളുകളിലൊന്നും അങ്ങനെ ശല്യങ്ങൾ ഉള്ളതായിട്ട് അറിയില്ല. പക്ഷേ ഈ ഭക്ഷ്യ വസ്തുക്കൾ സാധാരണക്കാരും വീട്ടുകാരൊക്കെ കൊടുക്കുന്നതായിട്ട് നമ്മുടെ അറിവിലുണ്ട്. അതിനെല്ലാം ഈ നായ്ക്കളുടെ പെരുകുന്നതിനും അവർ അക്രമകാരികളാകുന്നതിനുള്ള സംവിധാനമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെയൊക്കെ നമ്മുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ചെന്ന് അവരോട് അത് കൊടുക്കരുത് എന്ന് പറയുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാലും ചില ആൾക്കാർ മൃഗസ്നേഹികൾ എന്നുള്ള പേരിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഒരു പ്രാവശ്യം ചെന്ന് നോട്ടീസ് കൊടുക്കുന്നു. രണ്ടാമത് ഉണ്ടാവുകയാണെങ്കിൽ അവർക്കെതിരെ ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കും. ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ KK ജ്യോതിരാജാണ് ഇത്രയും സമയം എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. നമുക്ക് ഈ ഗുരുവായൂർ നഗരസഭയുടെ ഈ വളപ്പിലേക്ക് നോക്കിയാൽ കാണാം. ഗുരുവായൂർ നഗരസഭയുടെ വളപ്പിലാണ് ഇത്രയും തെരുവ് നായ്ക്കൾ പോകുന്നത്. 4 തെരുവ് നായ്ക്കൾ നമുക്ക് ഈ സമയം തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂർ നഗരസഭയുടെ പരിധിയിലുള്ള ആളുകൾ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഒരിടമാണ് ഗുരുവായൂർ. വൈകാതെ അടിയന്തരമായ ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെയും ആവശ്യം. TCVക്ക് വേണ്ടി ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.
ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. കയ്പമംഗലം ബീച്ചിലെ കോഴിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം. പള്ളത്ത് നിർമ്മല, കൈതവളപ്പേൽ സനേഖ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് തളിക്കുളം അനിമൽ സ്ക്വാഡ് സ്ഥലത്തെത്തി. വാർഡ് മെമ്പർ PT രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ ആക്രമണം നടത്തിയ തെരുവ് നായയെ പിടികൂടി. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയത്തെ തുടർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി നിരീക്ഷണത്തിലാക്കി. മുള്ളൂർക്കര പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിനും തെരുവുനായ ആക്രമണങ്ങൾക്കുമെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ തീരുമാനം. 6 മാസമായി അധികാരത്തിലുള്ള UDF ഭരണസമിതി വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് LDF കുറ്റപ്പെടുത്തി. UR പ്രദീപ് MLAയെയും K രാധാകൃഷ്ണൻ MPയെയും പഴിചാരി പഞ്ചായത്ത് ഭരണസമിതി ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷാംഗങ്ങളായ MH അബ്ദുൽ സലാം, KB ബിനീഷ്, PB സയന, KK സാവിത്രി, MA ഉഷാകുമാരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ കായാമ്പൂവത്ത് ബസ് അപകടം, 5 പേർക്ക് പരിക്കേറ്റു. പഴയന്നൂരിൽ നിന്നും ചേലക്കരയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ തടയണയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് തടയണയിലൂടെ പലരും അപകടയാത്ര നടത്തുന്നത്. ചാലക്കുടി പുഴയിലെ ആറാട്ടുകടവിലുള്ള കൂടപ്പുഴ തടയണയുടെ നിർമ്മാണഘട്ടത്തിൽ തൊഴിലാളി പാതിരാത്രിയിൽ ഉറക്കത്തിൽ വെള്ളത്തിൽ വീണ് മരിച്ച സംഭവമുണ്ടായിരുന്നു. പിന്നീട് പലർക്കും ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി ആളുകൾ മരണത്തെ മുഖാമുഖം കണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തി തടയണയിൽ കൂടി ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചവരും വെള്ളം കൂടുതലുള്ള ദിവസങ്ങളിൽ നടന്നുപോയവരുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ കനത്ത സുരക്ഷയാണ് ഇറിഗേഷൻ അധികൃതർ ആറാട്ടുകടവിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതൊന്നും വകവയ്ക്കാതെ കൂടപ്പുഴ ഭാഗത്തുനിന്ന് മേലൂർ ഭാഗത്തേക്ക് തടയണയിലൂടെ നടന്നുപോയ വെള്ളാച്ചേരി വീട്ടിൽ ഗിരിജൻ അപകടത്തിൽപ്പെട്ടു. ശബ്ദം കേട്ട് കൂടപ്പുഴ അമ്പലത്തിലെ പൂജാരി പ്രദീപ് ശർമ്മ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഗിരിജനെ രക്ഷപ്പെടുത്തി. സ്ഥിരമായി ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഇതിലൂടെ കടന്നുപോയിരുന്നു. അപകടം വിളിച്ചുവരുത്തുന്ന ഇത്തരം വാഹനയാത്രകൾ തടയുന്നതിന് മൈനർ ഇറിഗേഷൻ വകുപ്പ് ഇരുകരകളിലെയും നടപ്പാതകളിൽ ചങ്ങല കെട്ടിയിട്ടുണ്ട്. തടയണയിൽ കൂടി നടക്കുന്നത് നിരോധിച്ച് ഇവിടെ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. TCV ചാലക്കുടി. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഗുരുവായൂരിലെ സർക്കാർ അതിഥി മന്ദിരം തുറന്നുകൊടുക്കാൻ നടപടിയായില്ല. വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ അതിഥി മന്ദിരമാണ് അതിഥികളെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 19 മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ച കെട്ടിടം ഇതുവരെ തുറന്നു പ്രവർത്തിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 50 സെന്റ് സ്ഥലത്ത് 31.95 കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 56 മുറികളുള്ള ഈ കൂറ്റൻ കെട്ടിടം തുറന്നാൽ ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാകും. VIP-കൾക്ക് മാത്രമായി ചുരുങ്ങാതെ സാധാരണക്കാർക്കും ഇവിടെ മുറി ലഭിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നായിരുന്നു ഉദ്ഘാടന വേളയിൽ മന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ അധികൃതർ താൽപ്പര്യം കാണിക്കുന്നില്ല. അറ്റകുറ്റപ്പണികളോ മറ്റ് സാങ്കേതിക തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അടിയന്തരമായി പരിഹരിച്ച് അതിഥി മന്ദിരം ഉടൻ തന്നെ ഭക്തർക്കായി തുറന്നുകൊടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. TCV ഗുരുവായൂർ. പ്രാദേശിക തലത്തിൽ പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തൃശൂർ കോർപ്പറേഷൻ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ഓരോ വാർഡിലും അനുയോജ്യമായ ഒരു പ്രധാന വിള പ്രോത്സാഹിപ്പിച്ച് മാതൃകാ കൃഷിയിടങ്ങൾ വികസിപ്പിക്കുകയാണ് വിളവട്ടമെന്ന ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഒരു വാർഡ് ഒരു വിള ഒരു സമൂഹം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി വെണ്ട, പച്ചമുളക്, തക്കാളി, വഴുതന, കുറ്റിപ്പയർ തുടങ്ങിയ പച്ചക്കറി വിളകളെ ഉൾപ്പെടുത്തിയാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്.
ചെമ്പൂക്കാവ് കൃഷിഭവനിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക തലത്തിൽ പച്ചക്കറി ഉൽപാദനം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ഇത്തരം പദ്ധതികൾ സഹായകരമാകുമെന്ന് മേയർ പറഞ്ഞു. വിളവട്ടം പദ്ധതിയുടെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുടെ വിപണനത്തിനായി പ്രത്യേക മാർക്കറ്റ് സംവിധാനവും കർഷകർക്ക് ലഭ്യമാക്കും. ഇതിലൂടെ പ്രാദേശിക തലത്തിൽ കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സുരക്ഷിതമായ പച്ചക്കറി ലഭ്യമാക്കുന്നതിനും സാധിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വില്ലി ജിജോ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ജോയി ബാസ്റ്റിൻ, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നിംബ ഫ്രാങ്കോ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VM രമ്യ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സ്വപ്ന നായർ, കോർപ്പറേഷൻ കൃഷി ഓഫീസർ S ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഒമാനിൽ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് വരവൂർ സ്വദേശിനിയായ 4 വയസ്സുകാരി മരിച്ചു. തളി പിലക്കാട് ശങ്കരത്ത് പ്രദീപ് ദിവ്യ ദമ്പതികളുടെ മകൾ ദക്ഷ പ്രദീപാണ് മരിച്ചത്. ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ 3ാം നിലയിൽ കളിക്കുന്നതിനിടയിൽ താഴെ വീഴുകയായിരുന്നു. പിതാവ് ജോലി ചെയ്യുന്ന ഒമാനിൽ സന്ദർശക വിസയിൽ അമ്മയോടൊപ്പം 2 ആഴ്ച മുമ്പാണ് ദക്ഷ എത്തിയത്. വരവൂർ LP സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ്. ചാലക്കുടി മേലൂർ കുന്നിൽ കിണറ്റിൽ വീണ അമ്മയെയും കുഞ്ഞിനെയും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. മേലൂർ കുന്ന് സ്വദേശി സൈന, മകൾ 6 വയസ്സുകാരി അന്ന എന്നിവരാണ് കിണറ്റിൽ വീണത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസി ജോഷി കിണറ്റിലിറങ്ങി കയറിട്ട് കൊടുത്ത് ഇരുവരെയും പിടിച്ചു നിർത്തി. വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഇരുവരെയും കരയ്ക്ക് കയറ്റി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് അവയവങ്ങൾ ദാനം ചെയ്ത വടക്കാഞ്ചേരി സ്വദേശിനി നവോമിക്ക് ജന്മനാടിന്റെ വീട്. സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വടക്കാഞ്ചേരി ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടന്നു. അമ്മയ്ക്കും സഹോദരനുമൊപ്പം പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 24-ന് വാളകത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ നവോമിയുടെ അമ്മ ജിപ്സിക്കും സഹോദരൻ ജോയലിനും പരിക്കേറ്റിരുന്നു. വലപ്പാട് CPIയിൽ ഭിന്നത രൂക്ഷം. 30ഓളം പാർട്ടി മെമ്പർമാർ അംഗത്വം പുതുക്കാതെ പ്രതിഷേധിച്ചു. വലപ്പാട് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ലാൽ കച്ചില്ലത്തിനെതിരെ ഉയർന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിസന്ധി ഉടലെടുത്തത്. 2021-ൽ ലാൽ കച്ചില്ലത്തിനെതിരെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. വിഷയത്തിൽ പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തിയിരുന്നു. ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങളാണ് ഇതിന് പിന്നിലെന്നാരോപിച്ച് ലാൽ കച്ചില്ലം CPIയിൽ നിന്ന് രാജിവെച്ചു. CPI പുറത്താക്കിയ മുൻ MLA CC മുകുന്ദന്റെ ജീവചരിത്രത്തിന്റെ രചയിതാവാണ് ലാൽ കച്ചില്ലം. വലപ്പാട് ലോക്കൽ കമ്മിറ്റി അംഗവും നിരവധി വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹിയുമായിരുന്ന എനിക്കെതിരെ അതേ വലപ്പാട് ലോക്കൽ കമ്മിറ്റിയിലെ ഒരംഗം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2021-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയും ആ പരാതി നിർദാക്ഷിണ്യം പരിശോധിക്കാതെ ലോക്കൽ കമ്മിറ്റി മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം 2022-ൽ DYSPക്കും വലപ്പാട് SHOയ്ക്കും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതി അന്വേഷിക്കാൻ തയ്യാറാകുകയായിരുന്നു പാർട്ടി. നടുവിലങ്ങാടി അങ്കണവാടിക്ക് ഗേറ്റ് സ്ഥാപിക്കാൻ തയ്യാറാകാത്ത വേലൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF അംഗങ്ങൾ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലാണ് കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ അങ്കണവാടി പ്രവർത്തിക്കുന്നത്. ഗേറ്റ് ഇല്ലാത്തതിന് പുറമെ അങ്കണവാടി പരിസരം ചെടികളും പുല്ലും വളർന്ന് കാട് പിടിച്ച് കിടക്കുന്നതിലും LDF അംഗങ്ങൾ പ്രതിഷേധിച്ചു. ചെറിയ സംഖ്യ മാത്രമാണ് ഗേറ്റ് സ്ഥാപിക്കാൻ ആവശ്യമുള്ളൂ എന്നിരിക്കെ അതിന് പ്രസിഡന്റ് തയ്യാറാവുന്നില്ല. അടിയന്തരമായി 10,000 രൂപ അനുവദിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ടെന്ന് LDF അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. SSLC പരീക്ഷയിലും അക്കാദമിക, കലാ, കായിക, സാമൂഹിക മേഖലകളിലും മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വിജയികളെ അനുമോദിച്ചു. ഫുട്ബോൾ പരിശീലകൻ MS സുജിത്ത്, ക്രിക്കറ്റ് പരിശീലകൻ നീരജ് മോഹനൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
കൊടകര ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ TS അഭിലാഷ്, മിനി ദാസൻ, PTA പ്രസിഡന്റ് CL ജോജു തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട NR വിനോദ് കുമാറിന് കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ സ്വീകരണം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KJ ശ്രീജിത്ത്, PK സത്യശീലൻ, അച്യുത് കുമാർ, മൊഹീദ്ദീൻ, MS സാജു തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിന്റെ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്നും നടപ്പാത ഉടൻ തുറന്നുകൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് എരുമപ്പെട്ടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി. DCC സെക്രട്ടറി PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. NK കബീർ, MC ഐജു, രഘു കരിയന്നൂർ, സിജി ജോൺ, സെഫീന അസീസ്, അനിത വിൻസെന്റ്, മീന ശലമോൻ, ഫ്രിജോ വടുക്കൂട്ട് എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രലിലെ ദുക്രാന തിരുനാൾ വെള്ളിയാഴ്ച ഊട്ടുനേർച്ചയോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 25,000 പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കുന്നത്. തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ലിൻഡോ കാരക്കാടൻ, ഫാദർ ക്രിസ്റ്റോൺ കൈനാടത്തുപറമ്പിൽ, ഫാദർ ജസ്റ്റിൻ കളർപ്പാറ, തിരുനാൾ ജനറൽ കൺവീനർ തോമസ് തൊകലത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പടവരാട് സെന്റ് തോമസ് പള്ളിയിൽ വെള്ളിയാഴ്ച ദുക്രാന തിരുനാൾ ആഘോഷിക്കും. ഇടവക സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി സമാപനം ഞായറാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ട്രെജിൻ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ച ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായി സമൂഹബലി അർപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി, ജനറൽ കൺവീനർ ജോളി ചിറയത്ത്, കൈക്കാരന്മാരായ ജോബി പെരുമ്പിള്ളി, വില്യം മേലത്ത്, സിജോ ജോസ്, ബെന്നി മുത്തിപ്പീടിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി 1 മില്യൺ ഗോൾ ക്യാമ്പയിൻ നടത്തി. പ്രധാന അധ്യാപിക ബിജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ OB സജേഷ് കുമാർ, ഡോക്ടർ TS ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകൾ തുടരുന്നു. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, സർക്കാർ സേവനങ്ങൾ കാലതാമസം കൂടാതെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPMന്റെ നേതൃത്വത്തിൽ പടിയം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. TI ചാക്കോ അധ്യക്ഷത വഹിച്ചു. MB ശ്രീവത്സൻ, PR ഷിബു, KV രാജേഷ്, AK അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. SSF തളിക്കുളം സെക്ടർ സാഹിത്യോത്സവിൽ ഓവറോൾ ചാമ്പ്യന്മാരായ അന്തിക്കാട് യൂണിറ്റിലെ പ്രതിഭകളെ അനുമോദിച്ചു. SYS തൃപ്രയാർ സോൺ പ്രസിഡന്റ് നൌഫർ സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കളായ അബ്ദുസലാം ഹാജി, അബ്ദുൽ മുഹസിൻ പുളിന്ത്രപ്പറമ്പിൽ, നൌഷാദ് പുതുമനക്കര, SYS യൂണിറ്റ് സെക്രട്ടറി ജഷീർ അന്തിക്കാട്, പ്രസിഡന്റ് ഖാസിം കല്ലിടവഴി തുടങ്ങിയവർ സംസാരിച്ചു.
മഴക്കാല രോഗങ്ങളെ അകറ്റി നിർത്താൻ അന്തിക്കാട് പഞ്ചായത്തിലെ 8-ാം വാർഡിലെ വീടുകളിലേക്കുള്ള ബ്ലീച്ചിംഗ് പൌഡർ വിതരണം നടന്നു. അന്തിക്കാട് ആരോഗ്യവകുപ്പ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MB ബിനോയ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം CL ജോബി അധ്യക്ഷത വഹിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അംഗങ്ങൾ വിതരണത്തിന് നേതൃത്വം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ജോളി ജോർജ്, NSS ലീഡർ ആൻവി വിജോ, ഐബിൻ പുലിക്കോട്ടിൽ, ആശാ വർക്കർ ഹേമ സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഡാട്ട് വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും പുറനാട്ടുകരയിൽ നടന്നു. സംഘടന തൃശൂർ ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KR സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് PS രഘുനാഥ്, ബ്ലോക്ക് സെക്രട്ടറി T രാമചന്ദ്രൻ, റീത്ത മാത്യൂസ്, NV പൊന്നമ്മ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ ടൗൺ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. DR കുടിശ്ശിക അനുവദിക്കണമെന്നും കൺവെൻഷനിൽ ആവശ്യമുയർന്നു. ചാവക്കാട് ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VS രേവതി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് രക്ഷാധികാരി PI സൈമൺ, MK ദേവകി, P ശിവദാസ്, M രവീന്ദ്രൻ, AR മാലിനി, ജോർജ് പോൾ നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷൻ യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MA വേലായുധൻ അധ്യക്ഷനായിരുന്നു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗം KG പാറുക്കുട്ടി, PK വേലു, ബീന ചാക്കോ, PI മാണി, KM സൂസന്ന, P രഞ്ജൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ ലഹരിക്കെതിരെ തെരുവ് നാടകവും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. ക്രൈസ്റ്റ് കോളേജ് NSS യൂണിറ്റിന്റെയും സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ, പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, വാർഡ് മെമ്പർ അജീഷ് കുഞ്ഞൻ, PTA പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട അമ്മന്നൂർ ഗുരുകുലം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഗുരുസ്മരണ കൂടിയാട്ട മഹോത്സവം ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ അരങ്ങേറും. ഗുരു അമ്മന്നൂർ അനുസ്മരണ സമ്മേളനം ബുധനാഴ്ച ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൌലോസ് പ്രഭാഷണം നടത്തും. ജൂലൈ 11 നടക്കുന്ന സ്മൃതി പൂജ തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ നാരായണൻ നമ്പ്യാർ, സരിത, സൂരജ് നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജമ്മുകശ്മീരിൽ നടന്ന നാഷണൽ ഔട്ട്ഡോർ ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ കേരള ടീം അംഗം MH പാർവതിക്ക് ജന്മനാടിന്റെ സ്വീകരണം. വാർഡ് മെമ്പർ ബിനി സുഭാഷ് പൊന്നാട അണിയിച്ചു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് 17ാമത് വാർഷിക സമ്മേളനം നടത്തി. സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വിജയ് ഭാരത്, യൂണിറ്റ് സെക്രട്ടറി MR ഷിനിൽ, ട്രഷറർ EG ബെന്നി, ജില്ലാ സെക്രട്ടറി PS ജോസഫ്, ട്രഷറർ KC ജോർജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് UK അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കാര്യാലയത്തിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെയും EMSന്റെയും പ്രതിമകളുടെ അനാച്ഛാദനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി എന്നിവർ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ രാജി സോമൻ, പ്രഭിത ബാലകൃഷ്ണൻ, VV വിവേക് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ്, ഗൈഡ്സ്, സോഷ്യൽ ക്ലബ്ബ് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വെള്ളിക്കുളങ്ങര സർക്കിൾ ഇൻസ്പെക്ടർ KK ഷെബാബ്, സബ് ഇൻസ്പെക്ടർ ജോഷി എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി കോടാലി ജംഗ്ഷനിൽ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ജെയ്മോൻ ജോസഫ്, അധ്യാപകരായ പ്രവീൺ M കുമാർ, ബിജു വർഗീസ്, സിനി K ജോസ്, രാജ്കുമാർ രഘുനാഥ്, ആദിത്യ രഘു എന്നിവർ നേതൃത്വം നൽകി.
ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ കുന്നംകുളം മുനിസിപ്പൽ സമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സുനീഷ് ഐനിപ്പുള്ളി പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി MN മുരളീധരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CK രവി, CS സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രവാസികളോടുള്ള അവഗണനയ്ക്കും പാസ്പോർട്ട് ഫീസ് വർധനവിനുമെതിരെ പ്രവാസി ഫെഡറേഷൻ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. എറിയാട് നടന്ന ധർണ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കബീർ പുന്നിലത്ത് അധ്യക്ഷത വഹിച്ചു. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ET ടൈസൺ, ജില്ലാ സെക്രട്ടറി S സജീവ്, പ്രസിഡന്റ് കിഷോർ വാഴപ്പിള്ളി, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,845 രൂപ, പവന് 1,02,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴക്കെടുതികൾ തുടരുന്നു. മരം വീണ് ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എറിയാട് മാടവനയിൽ മരങ്ങൾ വീണ് വീടുകൾക്കും വാഹനത്തിനും കേടുപാട്. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. തെരുവുനായ ശല്യത്തിൽ വലഞ്ഞ് ഗുരുവായൂർ. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. മുള്ളൂർക്കരയിലെ തെരുവുനായ ആക്രമണങ്ങളിൽ പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ കായാമ്പൂവത്ത് ബസ് അപകടം. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചുകയറി. 5 പേർക്ക് പരിക്ക്. അപകട മേഖലയായി കൂടപ്പുഴ തടയണ. ഒഴുക്കിൽപ്പെട്ട മേലൂർ സ്വദേശിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഗുരുവായൂരിലെ സർക്കാർ അതിഥി മന്ദിരം തുറന്നുകൊടുക്കാൻ നടപടിയായില്ല. അതിഥികളെ കാത്തിരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ അതിഥി മന്ദിരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.